തന്ത്രപ്രധാനമായ സൈനിക താവളങ്ങളുടെ ഭാവി സംബന്ധിച്ച മോസ്കോയും ദമാസ്കസും തമ്മിൽ ഒരു ചരിത്രപരമായ ഒരു ധാരണയിലെത്തിയതോടെ പശ്ചിമേഷ്യൻ ഭൗമരാഷ്ട്രീയത്തിൽ വിപ്ലവകരമായ ഒരു പുതിയ ഘട്ടം ആരംഭിക്കുകയാണ്. വടക്കൻ ആഫ്രിക്കയിലും മെഡിറ്ററേനിയൻ തീരത്തും റഷ്യയുടെ ശക്തി പ്രകടന കേന്ദ്രങ്ങളായിരുന്ന തർദൂസ് പോർട്ടിലെയും ഫെയ്മീം എയർബേസിലെയും കേന്ദ്രങ്ങളുടെ പുനഃസംഘടനയാണ് ഈ പുതിയ കരാറിലൂടെ യാഥാർത്ഥ്യമാകുന്നത്. ദീർഘകാലമായി നീണ്ടുനിന്ന ചർച്ചകൾക്കൊടുവിൽ കൈക്കൊണ്ട ഈ തീരുമാനം പ്രാദേശിക സുരക്ഷാ സമവാക്യങ്ങളെ പൂർണ്ണമായും മാറ്റിമറിക്കാൻ പോകുന്ന ഒന്നാണ്. ഏകദേശം 18 മാസത്തോളം നീണ്ടുനിന്ന കഠിനമായ നയതന്ത്ര ചർച്ചകൾക്ക് ശേഷമാണ് ഇരു രാജ്യങ്ങളും ഒടുവിൽ ധാരണയിലെത്തിയിരിക്കുന്നത്. പുതിയ കരാർ പ്രകാരം ഫെയ്മീം വിമാനത്താവളവും തർദൂസ് തുറമുഖത്തെ വാണിജ്യ കേന്ദ്രങ്ങളും ഉൾപ്പെടെയുള്ള സാധാരണക്കാരുടെ സൗകര്യങ്ങൾ ഇനി മുതൽ സിറിയൻ ഭരണകൂടത്തിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായിരിക്കും. മുൻപ് റഷ്യൻ സൈന്യത്തിന്റെ പൂർണ്ണ ആധിപത്യത്തിലായിരുന്ന ഈ മേഖലകൾ പൊതു ഉപയോഗത്തിനായി തുറന്നു കൊടുക്കുന്നത് സിറിയയുടെ ആഭ്യന്തര വികസനത്തിന് വലിയ ആശ്വാസമാകും. എന്നാൽ തന്ത്രപ്രധാനമായ ഈ താവളങ്ങളിൽ നിന്ന് റഷ്യ പൂർണ്ണമായി പിന്മാറുന്നു എന്ന് ഇതിനർത്ഥമില്ല. വാർത്തകൾ വ്യക്തമാക്കുന്നതനുസരിച്ച് മുൻപ് റഷ്യൻ സൈന്യം ഉപയോഗിച്ചിരുന്ന താവളങ്ങളെ സംയുക്ത സൈനിക പരിശീലന കേന്ദ്രങ്ങളായും വൈദഗ്ധ്യ നവീകരണ കേന്ദ്രങ്ങളായും പുനർനാമകരണം ചെയ്ത് മാറ്റാനാണ് തീരുമാനം. വരും മാസങ്ങളിൽ ഈ മാറ്റങ്ങൾ പൂർണ്ണമായും നടപ്പിലാക്കപ്പെടും. അടുത്ത 3 മാസത്തിനുള്ളിൽ കൈമാറ്റ പ്രക്രിയ പൂർത്തിയാക്കാനാണ് ദമാസ്കസും മോസ്കോയും പദ്ധതിയിട്ടിരിക്കുന്നത്. 2 വർഷം മുൻപ്, അതായത് 2024 ഡിസംബറിൽ റഷ്യയുടെ ദീർഘകാല സഖ്യകക്ഷിയായിരുന്ന ബഷാർ അൽ അസദ് ഭരണകൂടം തകർന്നടിഞ്ഞതിനു ശേഷമാണ് സിറിയയിൽ വലിയ രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങൾ ഉടലെടുത്തത്. ദശാബ്ദങ്ങളായി അസദ് കുടുംബത്തെയും അവരുടെ ഭരണകൂടത്തെയും പിന്തുണച്ചിരുന്ന റഷ്യയ്ക്ക് അസദിന്റെ പതനം കനത്ത തിരിച്ചടിയായിരുന്നു. എങ്കിലും സിറിയയിലെ പുതിയ രാഷ്ട്രീയ സാഹചര്യങ്ങളുമായി വേഗത്തിൽ പൊരുത്തപ്പെടാൻ മോസ്കോ കാണിച്ച തന്ത്രപരമായ വഴക്കം ഈ കരാറിലൂടെ വ്യക്തമാകുന്നുണ്ട്. അസദിന്റെ പതനത്തിനു ശേഷം അധികാരമേറ്റ സിറിയയുടെ പുതിയ നേതാവ് അഹമ്മദ് അൽ ഷറ മോസ്കോയുമായുള്ള ഉഭയകക്ഷി ബന്ധം അതേപടി നിലനിർത്താൻ സവിശേഷമായ താല്പര്യം കാണിച്ചിരുന്നു. പ്രാദേശിക സുരക്ഷയ്ക്കും സ്ഥിരതയ്ക്കും റഷ്യൻ സാന്നിധ്യം അത്യാവശ്യമാണെന്ന തിരിച്ചറിവിലാണ് പുതിയ ഭരണകൂടം നീങ്ങിയത്. ഇതിന്റെ ഭാഗമായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി അഹമ്മദ് അൽ ഷറ നേരിട്ട് ആശയവിനിമയം നടത്തുകയും റഷ്യൻ സൈനിക സാന്നിധ്യത്തിന്റെ ഭാവി കൃത്യമായി വരച്ചുകാട്ടുകയും ചെയ്തു. അതേസമയം തന്നെ മുൻഗാമികളിൽ നിന്ന് വ്യത്യസ്തമായി പാശ്ചാത്യ രാജ്യങ്ങളുമായി അറബ് ലോകവുമായും നയതന്ത്ര ബന്ധങ്ങൾ വിപുലീകരിക്കാൻ സിറിയൻ പുതിയ ഭരണകൂടം ശ്രമിക്കുന്നുണ്ട്. അമേരിക്ക, യൂറോപ്യൻ യൂണിയൻ രാഷ്ട്രങ്ങൾ, പ്രധാനപ്പെട്ട അറബ് ലീഗ് രാജ്യങ്ങൾ എന്നിവരുമായി ബന്ധം പുനഃസ്ഥാപിക്കാൻ കൈക്കൊണ്ട നീക്കങ്ങൾ സിറിയയ്ക്ക് അന്താരാഷ്ട്ര തലത്തിൽ പുതിയ അംഗീകാരം നൽകാൻ സഹായിച്ചിട്ടുണ്ട്. ഇത് ബഹുമുഖ വിദേശ നയം സ്വീകരിക്കാനുള്ള ദമാസ്കസിന്റെ തീരുമാനത്തെയാണ് കാണിക്കുന്നത്. റഷ്യയുടെ പരമ്പരാഗത താല്പര്യങ്ങളും അമേരിക്കയുടെ ആഗോള താല്പര്യങ്ങളും ഒരേ സമയം നിലനിൽക്കുന്ന ഒരു തന്ത്രപ്രധാന ഭൂവിഭാഗമായി സിറിയ മാറിയിരിക്കുകയാണ്. റഷ്യൻ സ്വാധീനം പൂർണ്ണമായും ഇല്ലാതാക്കാതെ തന്നെ അമേരിക്കൻ സഖ്യകക്ഷികളുമായി നല്ല ബന്ധം പുലർത്തുക എന്ന സങ്കീർണമായ നയതന്ത്ര ബാലൻസിംഗ് ആക്ടാണ് അഹമ്മദ് അൽ ഷറ വിജയകരമായി നടപ്പിലാക്കുന്നത്. ഇത് മെഡിറ്ററേനിയൻ മേഖലയിൽ സിറിയയുടെ തന്ത്രപരമായ പ്രാധാന്യം ഇരട്ടിയാക്കുന്നു. തർദൂസ് തുറമുഖത്തിന്റെ വാണിജ്യപരമായ വിഭാഗങ്ങൾ സിറിയയുടെ നിയന്ത്രണത്തിലാകുന്നത് തകർന്നടിഞ്ഞ സിറിയൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് വൻ ഉത്തേജനം നൽകും. റഷ്യൻ സൈനിക വിമാനങ്ങൾ മാത്രം ഇറങ്ങിയിരുന്ന ഫെയ്മീം എയർപോർട്ട് സാധാരണ വിമാന സർവീസുകൾക്കായി ഉപയോഗിക്കാൻ കഴിയുന്നത് രാജ്യത്തേക്ക് വിദേശ നിക്ഷേപങ്ങളും വ്യാപാര സാധ്യതകളും എത്തിക്കാൻ സഹായിക്കും. 10 വർഷത്തിലധികമായി തുടരുന്ന ആഭ്യന്തര യുദ്ധത്തിൽ തകർന്നടിഞ്ഞ വ്യവസായ മേഖലയ്ക്ക് ഇത് പുതിയ ജീവൻ നൽകും. സംയുക്ത പരിശീലന കേന്ദ്രങ്ങളായി മാറുമ്പോൾ റഷ്യൻ സൈനിക സാങ്കേതിക വിദ്യയും ആയുധ വൈദഗ്ധ്യവും സിറിയൻ സൈന്യത്തിന് നേരിട്ട് ലഭ്യമാകും. ഭാവിയിൽ സ്വന്തം അതിർത്തികൾ സ്വയം സംരക്ഷിക്കാൻ പ്രാപ്തിയുള്ള ഒരു സായുധ സേനയെ വാർത്തെടുക്കാൻ സിറിയയ്ക്ക് ഇത് അവസരമൊരുക്കും. റഷ്യയെ സംബന്ധിച്ചിടത്തോളം നേരിട്ടുള്ള ഒരു അധിനിവേശ ശക്തിയായി നിൽക്കാതെ ഒരു സഖ്യകക്ഷിയായി നിന്ന് തങ്ങളുടെ സാന്നിധ്യം സംരക്ഷിക്കാൻ ഈ മാറ്റം സഹായിക്കും. മെഡിറ്ററേനിയൻ കടലിലെ റഷ്യൻ നാവികസേനയുടെ ഏക താവളമായിരുന്നു തർദൂസ്. മേഖലയിൽ നാറ്റോ ശക്തികളെ പ്രതിരോധിക്കാൻ റഷ്യക്ക് തർദൂസ് അത്യന്താപേക്ഷിതമായിരുന്നു. പൂർണ്ണമായും ഇവിടുന്ന് പിന്മാറുന്നത് മോസ്കോയുടെ ആഗോള സൈനിക ശക്തിയെ ബാധിക്കുമെന്നതിനാൽ പുതിയ കരാറിലൂടെ സൈനിക പരിശീലനത്തിന്റെ മറവിൽ സ്വന്തം നാവിക സാന്നിധ്യം നിലനിർത്താൻ പുടിന് കഴിഞ്ഞിട്ടുണ്ട് എന്നത് വലിയൊരു നയതന്ത്ര വിജയമാണ്. ശ്രദ്ധേയമായ ഒരു വസ്തുത അടുത്തുള്ള ഇസ്രയേലിന് ഈ വികസനം നൽകുന്ന സന്ദേശമാണ്. ഇസ്രയേലിന്റെ തൊട്ടടുത്ത അതിർത്തിയിൽ റഷ്യൻ സൈനിക സാന്നിധ്യം പൂർണ്ണമായും ഒഴിയുന്നില്ല എന്നത് ഇസ്രയേലിന്റെ വ്യോമാക്രമണ തന്ത്രങ്ങളെ സ്വാധീനിക്കും. ഇറാൻ പിന്തുണയുള്ള ഗ്രൂപ്പുകളെ അടിച്ചമർത്താൻ ഇസ്രയേൽ ശ്രമിക്കുമ്പോൾ റഷ്യൻ താവളങ്ങളുടെ സാന്നിധ്യം അതിർത്തിയിലെ സുരക്ഷാ സന്തുലിതാവസ്ഥയ്ക്ക് നിർണായകമായി തുടരും. മേഖലയിലെ പ്രമുഖ അറബ് രാജ്യങ്ങളായ സൗദി അറേബ്യയ്ക്കും UAE-ക്കും ഈ കരാറിനോട് അനുകൂലമായ നിലപാടാണുള്ളത്.
പശ്ചിമേഷ്യയിൽ നിന്ന് റഷ്യൻ സ്വാധീനം പൂർണ്ണമായും തുടച്ചു നീക്കപ്പെടുന്നത് മേഖലയിൽ വൻ ശക്തികളുടെ അസന്തുലിതാവസ്ഥയ്ക്ക് വഴി തുറക്കുമെന്ന് അവർ ഭയപ്പെട്ടിരുന്നു. അതിനാൽ പുതിയ പ്രാദേശിക ഭരണകൂടവും റഷ്യയും തമ്മിലുള്ള ഈ പുതിയ സഹകരണം പശ്ചിമേഷ്യൻ സുരക്ഷയ്ക്ക് ഗുണകരമാകുമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. എന്നാൽ അമേരിക്കൻ ഭരണകൂടം ഈ വികസനങ്ങളെ വളരെ സൂക്ഷ്മമായാണ് നിരീക്ഷിക്കുന്നത്. സിറിയയുമായി ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോഴും അവിടെ റഷ്യൻ സൈനിക ഘടകങ്ങൾ നിലനിൽക്കുന്നത് വാഷിംഗ്ടണിന് പൂർണ്ണമായും അംഗീകരിക്കാൻ കഴിയില്ല. സിറിയയിലെ ഭീകരവിരുദ്ധ പോരാട്ടങ്ങളിലും സുരക്ഷാ പുനഃസംഘടനയിലും അമേരിക്കൻ സാന്നിധ്യം തുടരുമ്പോൾ റഷ്യയുമായുള്ള പുതിയ കരാർ ഭാവിയിൽ ചെറിയ തടസ്സങ്ങൾക്ക് കാരണമായേക്കാം. ഈ 3 മാസത്തെ കൈമാറ്റ പ്രക്രിയ അതീവ സങ്കീർണവും വെല്ലുവിളികൾ നിറഞ്ഞതുമായിരിക്കും. ദശാബ്ദങ്ങളായി തുടരുന്ന റഷ്യൻ സൈനിക ആസ്തികളും സംവിധാനങ്ങളും സിറിയൻ അധികൃതർക്ക് കൈമാറുമ്പോൾ സുരക്ഷാ വീഴ്ചകൾ ഉണ്ടാകാതിരിക്കാൻ ഇരുപക്ഷവും കടുത്ത ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള തീവ്രവാദ ഗ്രൂപ്പുകൾ ഈ സംക്രമണ ഘട്ടം മുതലെടുക്കാൻ ശ്രമിച്ചാൽ അത് വലിയ സുരക്ഷാ ദുരന്തത്തിലേക്ക് നയിച്ചേക്കാം. അഹമ്മദ് അൽ ഷറയെ സംബന്ധിച്ചിടത്തോളം ഇത് സ്വന്തം രാഷ്ട്രീയ വ്യക്തിത്വം തെളിയിക്കാനുള്ള ഒരു പരീക്ഷണ ഘട്ടമാണ്. ഒരു വശത്ത് തങ്ങളെ ദീർഘകാലം അടിച്ചമർത്തിയ ഭരണകൂടത്തിന്റെ പങ്കാളിയായ റഷ്യയോട് സഹകരിക്കുമ്പോൾ തന്നെ മറുവശത്ത് തങ്ങളുടെ ജനങ്ങൾക്ക് വികസനവും സ്വാതന്ത്ര്യവും ഉറപ്പു നൽകേണ്ടതുണ്ട്. റഷ്യൻ താവളങ്ങൾ സാധാരണക്കാരുടെ ആവശ്യങ്ങൾക്കായി തുറന്നു കൊടുക്കാൻ കഴിഞ്ഞത് അദ്ദേഹത്തിന് ആഭ്യന്തരമായി വലിയ പിന്തുണ നൽകും. കിഴക്കൻ യൂറോപ്പിൽ യുക്രൈനുമായുള്ള യുദ്ധം രൂക്ഷമായി തുടരുന്ന പശ്ചാത്തലത്തിൽ പശ്ചിമേഷ്യയിലെ തങ്ങളുടെ ആസ്തികൾ സംരക്ഷിക്കാൻ കഴിഞ്ഞത് വ്ളാഡിമിർ പുടിന് വലിയ രാഷ്ട്രീയ നേട്ടമാണ്. അന്താരാഷ്ട്ര തലത്തിൽ റഷ്യ ഒറ്റപ്പെട്ടു പോയിട്ടില്ലെന്നും തന്ത്രപ്രധാന രാജ്യങ്ങളിൽ ഇപ്പോഴും ശക്തമായ സ്വാധീനം ചെലുത്താൻ തങ്ങൾക്ക് കഴിയുമെന്നും തെളിയിക്കാൻ ഈ കരാർ മോസ്കോയ്ക്ക് അവസരമൊരുക്കുന്നു. പശ്ചിമേഷ്യയിലെ പവർ ബാലൻസ് പുനർനിർണയിക്കപ്പെടുന്ന ഒരു സമയത്താണ് ഈ കരാർ നിലവിൽ വരുന്നത്. വൻ ശക്തികളുടെ പോരാട്ട ഭൂമിയായിരുന്ന സിറിയ ഇനി മുതൽ സ്വന്തം അധിനിവേശമില്ലാത്ത എന്നാൽ ആഗോള സഖ്യങ്ങളെ തന്ത്രപരമായി ഉപയോഗിക്കുന്ന ഒരു സ്വതന്ത്ര ശക്തിയായി മാറാനുള്ള ശ്രമത്തിലാണ്. ആഗോള ഡിപ്ലോമസിയിൽ പുതിയൊരു അധ്യായത്തിന് ഇത് തുടക്കമിടുന്നു. വരും ദിവസങ്ങളിൽ തർത്തൂസിലും ഫെമീമിലും നടക്കുന്ന മാറ്റങ്ങൾ സൂക്ഷ്മമായി വീക്ഷിക്കുകയായിരിക്കും ലോകരാജ്യങ്ങൾ. സംയുക്ത പരിശീലനം എന്ന പേരിൽ റഷ്യ അവിടെ എത്രത്തോളം ആയുധങ്ങളും സൈനികരെയും നിലനിർത്തുമെന്നതിനെ ആശ്രയിച്ചിരിക്കും പശ്ചിമേഷ്യയിലെ ഭാവി. സുരക്ഷാ കാലാവസ്ഥ മിഡിൽ ഈസ്റ്റിലെ ഭൗമരാഷ്ട്രീയത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഈ നീക്കത്തിന് സാധിക്കുമെന്നതിൽ സംശയമില്ല. സിറിയയിലെ സാമ്പത്തിക പുനരുദ്ധാരണത്തിനും രാഷ്ട്രീയ സ്ഥിരതയ്ക്കും അന്താരാഷ്ട്ര തലത്തിൽ നിന്നുള്ള പുതിയ പിന്തുണ ആവശ്യമാണ്. റഷ്യയുമായുള്ള ബന്ധം തകരാതെ കാത്തുസൂക്ഷിക്കുകയും അതേസമയം പാശ്ചാത്യ സാമ്പത്തിക ഉപരോധങ്ങളിൽ നിന്ന് മോചനം നേടാൻ അമേരിക്കയുമായി ചർച്ച നടത്തുകയും ചെയ്യുന്ന സിറിയൻ ഭരണകൂടത്തിന്റെ പുതിയ തന്ത്രം എത്രത്തോളം വിജയിക്കുമെന്ന ശൈത്യകാലത്തോടെ വ്യക്തമാക്കും. അസദ് യുഗത്തിനു ശേഷമുള്ള പശ്ചിമേഷ്യൻ രാഷ്ട്രതന്ത്രത്തിൽ ഏറ്റവും നിർണായകമായ ഒരു അധ്യായത്തിനാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. കേവലം ഒരു താവള കൈമാറ്റത്തിനപ്പുറം റഷ്യയും അമേരിക്കയും സിറിയയും ഉൾപ്പെടുന്ന ഒരു പുതിയ ത്രികോണ സമവാക്യത്തിന്റെ ഉദയമാണ് തർത്തൂസിലെയും ഫെമീമിലെയും പുതിയ മാറ്റങ്ങളിലൂടെ ലോകം കാണുന്നത്.